എല്ലാവർക്കും നമസ്കാരം. രുദ്ര അവതാരമായിട്ടുള്ള ഭഗവാൻ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ സ്മരിക്കുന്നു. ഭഗവാന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്താണ്, എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു തരാം കേട്ടോ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എണ്ണയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. വിളക്ക് വയ്ക്കുമ്പോൾ ഭഗവാൻ ഉപയോഗിക്കേണ്ട ഒരു എണ്ണയാണ്. ഒരു കാരണവശാലും വിളക്കെണ്ണ എന്ന് പറഞ്ഞു വരുന്ന എണ്ണ വീട്ടിൽ ഉപയോഗിക്കരുത്. കാരണം അത് പല മാംസവും പല ഭക്ഷണങ്ങളും ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന എണ്ണ പ്യൂരിഫൈ ചെയ്ത് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനത്തെ എണ്ണകൾ വിളക്ക് വയ്ക്കാൻ ഉപയോഗിക്കരുത്. നല്ലെണ്ണയോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ എണ്ണയോ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയോ മാത്രമേ വിളക്ക് വയ്ക്കാനായിട്ട് ഉപയോഗിക്കാവൂ. നല്ലെണ്ണ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, നല്ലെണ്ണ നമ്മുടെ അന്തരീക്ഷം ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല, ഒരു പോസിറ്റീവ് എനർജിയും അവിടെ നിറയ്ക്കുന്നു കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് നല്ലെണ്ണ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇഷ്ടമുള്ള ഒരു എണ്ണയുണ്ട്. അതിപ്പോൾ നോർത്ത് ഇന്ത്യ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിന് മുന്നേ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു കേട്ടോ. ആ ഒരു എണ്ണയുടെ പേരാണ് ചമേലി ഓയിൽ. ചമേലി തേൽ എന്ന് പറയും ഇവിടെ. ചമേൽ തേലിട്ട് ശനിയാഴ്ച ദിവസം ഭഗവാന് വിളക്ക് വയ്ക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ മുകളിൽ കാണിച്ചു കേട്ടോ, ചമേലി തേലിൻ്റെ ഒരു പാക്കറ്റ്. അത് കഴിഞ്ഞതാണ്, തീർന്ന ഒരു പാക്കറ്റാണ്. പക്ഷെ ഞാൻ അത് കാണിച്ചേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ചമേലി എന്ന് പറയുന്ന ഒരു പുഷ്പമാണ്, ഒരു പൂവാണ് കേട്ടോ. അതിൽ നിന്ന് എടുക്കുന്ന ഒരു എണ്ണയാണ് ഇത് എന്ന് പറയുന്നത്. നല്ലൊരു സുഗന്ധമുള്ള ഒരു എണ്ണയാണ് ചമേലി തേൽ എന്ന് പറയുന്നത്. വളരെ സുഗന്ധമാണ് ആ ഒരു എണ്ണയ്ക്ക്. നമ്മുടെ മുല്ലപ്പൂവിനെ ചമേലി എന്ന് പറയാറുണ്ട്, പിച്ചിപ്പൂവിനെ ചമേലി എന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഗണത്തിൽ വരുന്ന പൂക്കൾ കൊണ്ടാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കേട്ടറിഞ്ഞൊരു കാര്യമാണ് ഈ ഒരു എണ്ണയെക്കുറിച്ചും ഇങ്ങനെ ഉള്ള ഒരു അറിവ്. അപ്പോൾ ഈ ഒരു എണ്ണ ശനിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവുമെല്ലാം വിളക്ക് കത്തിക്കുന്നത് ഭഗവാന് വളരെ നല്ലതാണ്. ഭഗവാൻ അങ്ങനെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് മാത്രമല്ല, കുങ്കുമ അർച്ചന ഭഗവാന് വളരെ ഇഷ്ടമാണ്. ഭഗവാന്റെ ശരീരത്തിൽ കുങ്കുമ അർച്ചന ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടമുള്ളൊരു നിവേദ്യം കൂടിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, പണ്ട് സീതാദേവിയുടെ നെറ്റിയിൽ സിന്ദൂരം ഇട്ടു. ഭർത്താവ് ഉള്ള ഹിന്ദുക്കള് നെറ്റിയിൽ സിന്ദൂരം ഇടുന്ന ചടങ്ങുണ്ടല്ലോ, ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടിയിട്ട്. അങ്ങനെ സീതാദേവിയും സിന്ദൂരം ഇട്ടപ്പോൾ ഹനുമാൻ സ്വാമി ഒന്ന് ചോദിച്ചു, അമ്മ എന്തിനാണ് സിന്ദൂരം ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പോഴമ്മ പറഞ്ഞു, അത് നിന്റെ സ്വാമിക്ക് രാമന് ആയുസ്സും ആരോഗ്യവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി ശരീരം മുഴുക്കെ സിന്ദൂരം പൂശിയിട്ട് വന്നു. അപ്പോൾ രാമൻ ചോദിച്ചു, എന്തിനാണ് നീ ശരീരം മുഴുക്കെ സിന്ദൂരം പൂശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, രാമസ്വാമിക്ക് വേണ്ടിയിട്ട് ആണ്, അങ്ങയുടെ ദീർഘായുസിന് വേണ്ടിയിട്ടാണ് അമ്മ ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ രാമസ്വാമിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഭഗവാനെ എപ്പോഴും ചേർത്ത് പിടിക്കുമല്ലോ, അങ്ങനെ ചേർത്ത് പിടിച്ചു എന്നാണ്. അതുകൊണ്ട് ആ ഒരു ഭഗവാന്റെ സ്നേഹം ലഭിച്ചതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് ഈ സിന്ദൂര അഭിഷേകം വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴതും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ചമേലി ഓയില് എന്നും ഉപയോഗിച്ച് വിളക്ക് വയ്ക്കണമെന്നില്ല. അത് നല്ല റേറ്റ് ഉള്ള ഒരു ഓയിലാണ് കേട്ടോ. ആമസോണിലെല്ലാം കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല, ആമസോണിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. ഒരു ചെറിയ പാക്കറ്റായിട്ടേ വരത്തുള്ളൂ കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. എന്നും കത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ശനിയാഴ്ച ദിവസം ഭഗവാനെ സങ്കല്പിച്ച് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഭഗവാന്റെ ഒരു മന്ത്രവും കൂടി പറഞ്ഞുതരാം. ഈ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളും വിജയ പരീക്ഷകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം ഈ ഒരു മന്ത്രം ജപിച്ച് ഈ എണ്ണ വിളക്ക് വെക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മന്ത്രം ഇതാണ്: ഓം നമോ ഹനുമതേ രുദ്രാവതാരായ സർവശത്രു സംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ. ഇതാണ് മന്ത്രം കേട്ടോ. ഒന്നും കൂടെ പറയാം: ഓം നമോ ഹനുമതേ രുദ്രാവതാരായ സർവശത്രു സംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ.
ഇതാണ് ആ മന്ത്രം. അപ്പോൾ പറ്റുന്നവരെല്ലാം ഇത് ജപിക്കാനും, ഈ ചമേലി ഓയിൽ കിട്ടുമെങ്കിൽ ആമസോണിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഓൺലൈനിൽ നിന്ന് മേടിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടില്ല കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യയുടെ ഒരു ആചാരമാണ്. പക്ഷേ നല്ലതാണ്, മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ കഴിയും. അപ്പോഴും എല്ലാവരും ഒന്ന് ഇത് മേടിച്ച് നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം മേടിച്ചൊന്ന് ഭഗവാന്റെ മുന്നിൽ, ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിലൊന്ന് ഈ വിളക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും ചമേലി ഓയിൽ കൊണ്ടുള്ള എണ്ണ വിളക്ക് വളരെ ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്കും ചമേലി ഓയിൽ കൊണ്ടുള്ള എണ്ണ വച്ച് കത്തിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്കും എന്ത് ചെയ്യാം, ഈ ഒരു ചമേലി ഓയിൽ കൊണ്ട് വിളക്ക് കത്തിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ.